ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വ അല ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇന്റർനാഷണൽ സ്പീച്ച് ഇവന്റ് ചെയർ, ജഡ്ജസ്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ലൗദ ഖുർആൻ മാസ്റ്റേഴ്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ നദീറ. പരിശുദ്ധ ഖുർആനിലെ 55-ാമത്തെ അധ്യായമായ സൂറത്ത് റഹ്മാനിലെ 31 പ്രാവശ്യം ആവർത്തിച്ചു വന്ന ആയത്തിനെ തദബ്ബർ ചെയ്ത് സംസാരിക്കുന്നതിനാണ് ഞാൻ എത്തിയിരിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. ഈ അധ്യായത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ ഒരു നാമമായ സൂറത്ത് റഹ്മാൻ, ഉറൂസുൽ ഖുർആൻ, ഖുർആനിൻ്റെ മണവാട്ടി എന്നൊരു പേര് കൂടി അറിയപ്പെടുന്നു. പാരായണവേളയിലും ശ്രവണവേളയിലും രോമാഞ്ചമുണ്ടാക്കുന്നതും എന്നാൽ ഗൗരവമേറിയ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുമുള്ള ഒരു ആയത്താണ് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അവർ രണ്ടു കൂട്ടരും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ വ്യാജമാക്കുകയാണോ എന്ന് അള്ളാഹു ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഈ ഭൂമിയിൽ നാം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഈ ഭൂമിയിൽ ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു തന്നവനാണ് നമ്മുടെ റബ്ബ്. ഈ ലോകത്തുള്ള ആകാശഭൂമികളിലുള്ള സർവ്വ ജീവജാലങ്ങളും അള്ളാഹുവിനെ സാഷ്ടാംഗം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ആ അള്ളാഹു നാം മനുഷ്യരോടും ജിന്നുകളോടും ചോദിച്ചുകൊണ്ടാണ് ഈ അധ്യായത്തിലെ ഈ ആയത്ത് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അതായത്, നിങ്ങൾ രണ്ടു കൂട്ടരും എൻ്റെ അനുഗ്രഹങ്ങളെ വ്യാജമാക്കുകയാണോ? ആ ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ തറയ്ക്കുന്ന രീതിയിൽ ഗൗരവമേറിയത് തന്നെയാണ്. സഹോദരങ്ങളെ, നമുക്കറിയാം, നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നു. അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു തരുന്നു. എന്നിട്ടും അതൊന്നും വിശ്വസിക്കാതെ പടച്ച റബ്ബ് ഇല്ല എന്ന് പോലും വ്യക്തമാക്കിക്കൊണ്ട് എത്രയോ ആളുകൾ നമുക്ക് അറിയുന്ന രീതിയിൽ തന്നെ നമുക്ക് ചുറ്റും കടന്നു പോകുന്നു. എന്തുകൊണ്ട് അവർ ഈ ദൃഷ്ടാന്തങ്ങളൊന്നും ചിന്തിക്കുന്നില്ല? ആകാശഭൂമികൾ അതിൻ്റെ ഭ്രമണപഥത്തിൽ കറക്റ്റായിട്ട് ഇങ്ങനെ പോകുന്നത് കൊണ്ട് രാവും പകലും സംഭവിക്കുന്നു. ആ ഒരു ചലനത്തിന് യാതൊരു വ്യത്യാസവും വരാതെ. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ എത്രയെത്ര അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്നു. അവയ്ക്കെല്ലാം തിരിച്ച് നാം നന്ദിയുള്ള അടിമകളായി തീരുക എന്നുള്ളതാണ്. വളരെ ചിന്തിക്കേണ്ട ഒരു ആയത്താണ് ഈ 31 പ്രാവശ്യം ഈ ഒരു സൂറത്തിലൂടെ അള്ളാഹു നമ്മളോട് ചോദ്യമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. സൂറത്ത് നെജ്മിലെ 53-ാമത്തെ അധ്യായമായ സൂറത്ത് നെജ്മിലെ 55-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു ചോദിക്കുകയാണ്. തത്തുല്യമായ അതേ ഒരു ചോദ്യത്തിലുള്ള ഒരു ആയത്താണ് നമ്മളോട് ഉന്നയിക്കുന്നത്. ഫബിഅയ്യി ആലാഇ റബ്ബിക തത്മാറ. പല അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ടും പലവിധ പ്രവാചകന്മാരെ നമുക്കിടയിലേക്ക് വന്നുപോയി. അവരെ ധിക്കരിച്ച് അതിൻ്റെ പേരിൽ അവരെ ആ സമുദായങ്ങളെ നശിപ്പിച്ചതും അവരെ സ്വീകരിച്ചതിൻ്റെ പേരിൽ അനുഗ്രഹം ചെയ്തതുമായ കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞുകൊണ്ടാണ് ആ നെജ്മിലൂടെ അള്ളാഹു ചോദിക്കുന്നത്. നിങ്ങൾ എന്നിട്ടും എൻ്റെ അനുഗ്രഹത്തെ സംശയിക്കുകയാണോ? ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടും പല പ്രവാചകന്മാർ വന്നിട്ടും നാം വിശ്വസിക്കാതെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ സംശയിച്ചു കൊണ്ടിരിക്കുന്ന ജനതയോട് അള്ളാഹു ചോദിച്ചതാണ്. ജിന്നുകളോടും മനുഷ്യനെയും മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു ഹദീസിൽ വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് ജിന്നുകൾ മറുപടി പറഞ്ഞു എന്നുള്ളതാണ്.
ഈ ആകാശഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളും സൃഷ്ടിച്ച റബ്ബില് സസ്യം വൃക്ഷങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിന് സദാ സാഷ്ടാംഗം ചെയ്യുന്നു. പക്ഷേ ബുദ്ധിയും വിവേകവും തന്ന നാം മനുഷ്യര് നേരെ തിരിച്ചാണ് എന്നുള്ളത് നമുക്ക് മുന്നിലുള്ള പല സമുദായങ്ങളെ കൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാം ഉൾപ്പെടെ എല്ലാവരും തന്നെ അള്ളാഹുവിൽ യഥാർത്ഥത്തിൽ വിശ്വസിച്ച കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും അവനിലേക്ക് ഏറ്റവും നന്ദിയുള്ള അടിമകളായി തീരുകയും ചെയ്യണം. അള്ളാഹു പറയുന്നു, നാം ഒരു തെറ്റ് ചെയ്ത് അതിന് പശ്ചാത്തപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ തെറ്റിനെ അള്ളാഹു മായ്ച്ചു കളയുമെന്നും ഒരു നന്മ ചെയ്താൽ അതവന് അനുഗ്രഹമായി ലഭിക്കുമെന്നും നാളെ സ്വർഗം ലഭിക്കുമെന്നും നമ്മളോട് പറയുമ്പോൾ അള്ളാഹു സൂറത്തിൽ സുമറിലെ 36-ാമത്തെ അധ്യായത്തിലൂടെ ആയത്തിലൂടെ ചോദിക്കുകയാണ്, അലൈസ് അല്ലാഹു ബികാഫിൻ അബ്ദഹു, തൻ്റെ അടിമയ്ക്ക് അള്ളാഹു മതിയായവനല്ലേ എന്ന്. പ്രിയമുള്ളവരെ, അത്രയേറെ അനുഗ്രഹങ്ങൾ ചെയ്ത ആ അള്ളാഹു നമ്മളോട് ചോദിക്കുമ്പോൾ തീർച്ചയായും ആ അള്ളാഹുവിന് നമ്മൾ സദാ സ്മരിക്കുകയും നന്ദിയുള്ള അടിമകളായി തീരുകയും ചെയ്യണം. നാഥൻ അള്ളാഹു നമ്മളെ ആ ഒരു സമുദായത്തിൽ നല്ല അനുഗ്രഹീതരായ ആളുകളിൽ ഉൾപ്പെടുത്തി നാളെ സ്വർഗം ലഭിക്കാൻ അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.